നമസ്കാരം. ഞാൻ ജോസഫ് ജോർജ്. തമിഴ്നാട്ടുകാർ നമ്മുടെ സഹോദരന്മാരാണ്. അവർ മുല്ലപ്പെരിയാറിലെ വെള്ളമെടുത്ത് കൊണ്ടുപോയി കൃഷിയൊക്കെ ചെയ്തോട്ടെ. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളവിടെ ഒരു പുതിയ ഡാം ഉണ്ടാക്കിയാൽ പോലും ഒരു ഡാമിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് 50 വർഷം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നമ്മൾ പിന്നീടും വെള്ളം കൊടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഒരു ഡാം ഇതുപോലെ പുതിയൊരു ഡാം ഉണ്ടാക്കിയാൽ പോലും അതും ഈ പറയുന്ന കുറച്ച് കാലം കഴിയുമ്പം വീണ്ടും ഇങ്ങനെയൊരു ത്രെട്ട് അവിടെ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമുക്ക് അവിടെ ആ പ്രദേശത്ത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഞാനൊരു കാര്യം പറയാം, ഇത് ചെയ്യാണ്. അതായത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ മുല്ലപ്പെരിയാർ ജല സംഭരണി പ്രദേശത്ത് ഒരു ഡാം മാത്രമാണുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നാച്ചുറലായിട്ടുള്ള മലകൾ തന്നെയാണ് ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ഒത്തിരി വലിയ ഡാമല്ല, ഒരു ചെറിയ ഇടത്തരം ഡാമാണ്. അപ്പോൾ ആ ഡാമിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു കൃത്രിമമായൊരു മല സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ അടുത്ത് ചേർന്നിട്ടുള്ള ഹൈറ്റ് കൂടിയ മലകളുണ്ട്. ആ മലകളിൽ നിന്നും പാറ ഖനനം ചെയ്തിട്ട് നമുക്ക് ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് അത് റോപ്പ് വേ വഴി ഒരു എനർജി ഉപയോഗിക്കാതെ അത് തനിയെ നമ്മുടെ ഡാം സെറ്റിലേക്ക് വരുന്ന തരത്തിൽ റോപ്പ് വേ കൺസ്ട്രക്ട് ചെയ്തിട്ട് അടുത്ത ഈ മുല്ലപ്പെരിയാർ ഡാമിനോട് ചേർന്നിട്ടുള്ള ഉയർന്ന മലകളിൽ നിന്നും ഈ പാറകൾ നമുക്ക് റോപ്പ് വേ വഴി നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്ത് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അതിനെ അവിടെ നിക്ഷേപിച്ച് ഒരു ചെറിയൊരു മല, ഒരു മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു ഹൈറ്റിൽ, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഡാമിൻ്റെ അതേ ഹൈറ്റിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന ഹൈറ്റിലുള്ള ഒരു ചെറിയൊരു കുന്ന്, ഈ പാറ കൊണ്ടുള്ള ഒരു കുന്ന്, കൃത്രിമമായൊരു കുന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതിനെ കുറച്ചുകൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡാമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ പാറ ഖനനം ചെയ്തിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഡാം പോലെ വർക്ക് ചെയ്യുന്ന ഒരു കുന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു, വളരെ വേഗത്തിൽ തന്നെ അധികം വിളംബം ഇല്ലാതെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ സാധ്യമാണ്. കൂടാതെ നമുക്ക് ഈ പാറകളെ നമുക്ക് താഴേക്ക് ഭൂമിയുടെ അടിയിലുള്ള പാറയുമായിട്ട് നമുക്ക് ആങ്കർ ചെയ്യുകയും അതുപോലെ അതിനെ വെള്ളത്തിന് ലീക്ക് പ്രൂഫ് ഉണ്ടാകാത്ത തരത്തിലൊക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ നമ്മുടെ IIT പോലുള്ള IIT ഡൽഹി, IIT റൂർക്കി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വളരെ ആധികാരികമായിട്ട് സാങ്കേതികപരമായിട്ടും ഇങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷനെ പറ്റി അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരാൻ, പഠനങ്ങൾ നടത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് അങ്ങനെ ഈ ഒരു പദ്ധതി പറ്റിയുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ IIT റൂർക്കി പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് നടത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി നടത്തുകയും ഒരുപക്ഷെ അത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഈ പറയുന്ന ഒരു പാറഖനനം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിക്ക് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വരും. പക്ഷേ അതിന് താഴെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ നോക്കുമ്പോൾ നമ്മുടെ അതിനേക്കാളും എത്രയോ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഇങ്ങനൊരു ആശയം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു കാര്യം ഞാൻ നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി.